നമസ്കാരം. ഇറാൻ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള പുറപ്പാടിലാണ്. സിറിയയിലും ഇറാഖിലും പാകിസ്ഥാനിലും നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അടിയും തിരിച്ചടിയും കൈവിട്ടു പോകുമോ എന്നും സംശയം ഉയരുന്നുണ്ട്. പാകിസ്ഥാനി ആക്രമണങ്ങൾക്ക് ഇറാൻ അതേ ഭാഷയിൽ മറുപടി പറയുമോ എന്നാണ് അറിയേണ്ടത്. പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നത നയതന്ത്ര പ്രതിനിധിയെ ഇറാൻ സർക്കാർ വിളിച്ചു വരുത്തി. അതിനിടെ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മരണസംഖ്യ 9 ഉയർന്നു. ഡ്രോണുകളും റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും പ്രയോഗിച്ചായിരുന്നു പാക് സേനയുടെ ആക്രമണം. 3 സ്ത്രീകളും 2 പുരുഷന്മാരും 4 കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. അടിയന്തര സാഹചര്യത്തിൽ ദാവോസ് സന്ദർശനം വെട്ടിച്ചുരുക്കി പാക് പ്രധാനമന്ത്രി അൻവറുൽ ഹഖ് ഖക്കർ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് പാക് പ്രധാനമന്ത്രി ദാവോസിലേക്ക് പോയത്. ഓപ്പറേഷൻ മാർക്ക് ബർ സർമജാർ എന്ന പ്രത്യാക്രമണം ഇറാനിലെ സിസ്റ്റൻ ഓഫ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരരുടെ ഒളിയിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെ സഹോദര രാഷ്ട്രമെന്നാണ് വിദേശ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷയും ദേശീയ താൽപര്യവും കണക്കിലെടുത്താണെന്നും രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ പരമാധികാരത്തെ പൂർണ്ണമായും മാനിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ പ്രദേശങ്ങളിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇറാൻ ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു തിരിച്ചടി. അതേസമയം വിഷയത്തിൽ നിലപാട് അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി. പാകിസ്ഥാനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ആ 2 രാജ്യങ്ങളെ മാത്രം ബാധിപ്പിക്കുന്ന വിഷയമാണെന്നാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയുമില്ലെന്ന നിലപാട് അധികൃതർ ആവർത്തിച്ചു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 3 സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജെയ്ഷ് അൽ അദിൽ എന്ന ഇറാനിയൻ ഭീകര ഗ്രൂപ്പിന്റെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കി. ഇറാനിലെ തങ്ങളുടെ അംബാസഡറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചു. നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസഡറെ തിരികെ വരുന്നത് വിലക്കി. പാക് വിദേശ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിക്കുകയും ചെയ്തു. സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടി വാദിക്കുന്ന തദ്ദേശീയ സുന്നി മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദിൽ ഇറാനിലും പാകിസ്ഥാനിലും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ബലൂചിസ്ഥാനിലെ പഞ്ച്ഗുഡിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ബോംബുകൾ വഹിച്ച് 6 ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത്. ആക്രമണത്തിൽ ഒരു പള്ളിയും തകർന്നു. ഇസ്രായേൽ ഗസ സംഘർഷം തുടരുന്നതിനിടെ ഫലസ്തീനികളെ അനുകൂലിച്ച് ഇറാൻ സിറിയയിലും ഇറാഖിലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാനിലും കടന്നാക്രമിച്ചത്. തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണെന്നാണ് ഇറാൻ പറയുന്നത്. ജെയ്ഷ് അൽ അദിലിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹഖ് ഖഖറും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹയാനും സ്വിറ്റ്സർലാൻഡിൽ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുകയും പേർഷ്യൻ ഗൾഫിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേന സംയുക്ത സൈനിക അഭ്യാസം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് ആക്രമണം. അതിർത്തിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾക്ക് അഭയം നൽകുന്നെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുന്നത് പതിവാണ്. 900 കിലോമീറ്റർ വരുന്ന ഇറാൻ പാകിസ്ഥാൻ അതിർത്തി വളരെ കാലമായി സംഘർഷഭരിതമാണ്. തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ IS താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുർദിഷ് പ്രധാനമന്ത്രി മസ്റൂർ ബർസാനി ഇറാഖ് വിദേശകാര്യ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഇന്നലെയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ. കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമാണ് ബോംബിട്ട് തകർത്തതെന്നാണ് ഇറാന്റെ വാദം. മിസൈൽ ആക്രമണത്തിൽ പ്രമുഖ കുർദിഷ് വ്യവസായി പേഷ്രോ ദിസായിയും അദ്ദേഹത്തിന്റെ കൈക്കുഞ്ഞുമടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. കുർദുകൾ പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികൾക്കൊപ്പമാണ്. 2003 സദാം ഹുസൈൻ അധികാരഭ്രഷ്ടനായ ശേഷം ശക്തി പ്രാപിച്ച ഷിയ സംഘടനകളിലൂടെ ഇറാൻ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇറാന് നിർണായക സ്വാധീനമാണുള്ളത്. പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി അധികാരത്തിലെത്തിയത് ഇറാൻ അനുകൂല ഷിയ സംഘടനകളുടെ പിന്തുണയോടെയാണ്. എന്നാൽ രാജ്യത്തിനകത്ത് നടത്തിയ ആക്രമണം മൂലം ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി. വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. ജെയ്ഷെ അൽ അദിൽ എന്ന ഭീകര സംഘടനയുടെ ബലൂച്ച് പഞ്ച്ഗറിലെ 2 താവളങ്ങൾ തകർത്തുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സിസ്റ്റൻ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 11 പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാൻ അതിർത്തി മേഖലയിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളിൽ 2 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. പാക് തിരിച്ചടിയിൽ ഇറാനിൽ 7 പേരും കൊല്ലപ്പെട്ടു.